വാ മക്കളെ, നമുക്കിവിടെ ഇരിക്കാം. വാ. സൂപ്പർ. എന്താ പരിപാടി? ഈ പൂന്തോട്ടം എല്ലാം വൃത്തികേടാക്കാനായിട്ടോ? ഇറങ്ങിപ്പോക്കെ അവിടെ നിന്ന് വന്നിരിക്കുന്നു. ഒറ്റയോടെ കണ്ടുപോകരുത് കേട്ടോ. നവംബർ 14 പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണെന്ന്. കുട്ടികളിലാണ് രാജ്യത്തിന്റെ ഭാവി എന്ന് വിശ്വസിച്ച അദ്ദേഹത്തിന്റെ ഓർമ്മയാണ് നമ്മൾ ശിശുദിനമായി ആചരിക്കുന്നത്. കുഞ്ഞുങ്ങളാണ് നമ്മുടെ സഭയുടെയും സമൂഹത്തിന്റെയും നട്ടെല്ല്. അവരെ ദൈവീക ബന്ധത്തിൽ വളർത്തുവാനും കരുതുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. ഈ സമൂഹത്തിൽ മാന്യതയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. ജനിക്കും മുൻപോ ജനിച്ചു കഴിഞ്ഞോ ഞങ്ങളെ കൊല്ലരുത്. മാനസികമായോ ശാരീരികമായോ ഞങ്ങളെ പീഡിപ്പിക്കരുത്. മാന്യമായ വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. സ്കൂൾ ഞങ്ങളുടെ രണ്ടാമത്തെ വീടാണ്. മതവിദ്വേഷവും വർഗീയതയും ഞങ്ങളെ കുത്തിനിറയ്ക്കരുത്. ഞങ്ങൾ മാന്യരാണ്. ഞങ്ങൾക്ക് സ്നേഹമാണ് ആവശ്യം. എടി, നിന്നോട് എത്ര നേരമായി പാത്രം കഴുകാൻ? ഇതുവരെ കഴിഞ്ഞില്ലേടി? നിന്നെ ഞാൻ ഇത് കുറെ സമയമായല്ലോ. പീഡനങ്ങളിൽ നിന്നും ബാലവേലയിൽ നിന്നും ദുരുപയോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാൻ സമൂഹത്തിൽ ഓരോരുത്തർക്കും കടപ്പാടുണ്ട്. ശുദ്ധമായ വെള്ളം, നല്ല ആഹാരം, ആരോഗ്യത്തിന് വേണ്ട മരുന്നുകൾ ഇവയും ഞങ്ങളുടെ അവകാശത്തിന്റെ ഭാഗമാണ്. കളിക്കുവാനും വിനോദത്തിനും കലാപരമായ കാര്യങ്ങൾ പങ്കെടുക്കുവാനും സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. നിറമുള്ള ബാല്യം ഞങ്ങൾക്കും ഉണ്ടാവണം. അഭിപ്രായങ്ങൾ പറയുവാനും സ്വാതന്ത്ര്യമായി ചിന്തിക്കാനുമുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. എന്റെ സന്തോഷം എവിടെയോ കെട്ടടങ്ങിയതുപോലെ. ഈ പൂന്തോട്ടത്തിൽ പാടാൻ വന്നിരുന്ന പക്ഷികളെ ഒന്നും കാണുന്നതേ ഇല്ലല്ലോ. ഒരു പൂമ്പാറ്റ പോലും ഇവിടേക്ക് വരുന്നില്ല. അതായിരിക്കാം കാര്യം. ഇവിടം നിങ്ങളുടേത് കൂടിയാണ്. നിങ്ങളില്ലാത്ത ലോകത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? നിങ്ങൾക്കിവിടെ കളിക്കാം, ചിരിക്കാം, ഉല്ലസിക്കാം. ഹാപ്പിയാണോ? കുട്ടികളുടെ അവകാശം എന്നത് മനുഷ്യാവകാശമാണ്. അതുകൊണ്ട് അവരെ കരുതാം, സ്നേഹിക്കാം. കുട്ടികളെ നന്നായി വളർത്തുക, നന്നായി വളരാൻ അനുവദിക്കുക.